5000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഇതുപോലെ ഇതെല്ലാം കടിച്ച് പറിച്ച് നശിപ്പിച്ച് വെച്ചേക്കുക. ഈ EV വന്നേ പിന്നെ XUVക്ക് ഒത്തിരി തലവേദന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വണ്ടിയുടെ ഒരു നമ്മുടെ വിൻസർ EVയുടെ ഒരു 5000 കിലോമീറ്റർ 5000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഈ വണ്ടി 5000 കിലോമീറ്റർ ഓടിയ പിന്നെ എന്തൊക്കെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വണ്ടിയുടെ ഗുണങ്ങൾ എന്താണ്, വണ്ടിയുടെ ദോഷങ്ങൾ എന്താണ്, അത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ നമ്മുടെ XUV ഈ EV വന്നേ പിന്നെ XUVക്ക് ഒത്തിരി തലവേദന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ വണ്ടി ഞാൻ EV എടുത്ത പിന്നെ ഞാൻ ഈ വണ്ടി അങ്ങനെ എടുക്കാറില്ല. കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ വണ്ടിയുടെ ഓയിൽ ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഒരു ഹോളായിട്ടുണ്ട്. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ഞാൻ ഇതെല്ലാം ബോണ്ടെല്ലാം തുറന്ന് നോക്കിയപ്പോഴത്തേനും ഇതിൻ്റെ അടിയിൽ എലി ഒരു ഇത്രയും വേസ്റ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇൻട്രോകൂളറിൻ്റെ അലുമിനിയത്തിൻ്റെ പാർട്സ് അല്ല ഇത് കടിച്ച് പെറുക്കി ഞുറുക്കി വെച്ചേക്കുക. ഞാൻ കാണിച്ചു തരാം. എലി കയറിയേക്കണത് ഇതിലൂടെ എലി കയറിയിട്ട് ഇതിനകത്തൂടെ കയറിയിട്ട് ഇതാണ് ഇൻട്രോകൂളറിൻ്റെ കവറ്. ഈ കവറിനകത്തൂടെ ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഈ കവറിനകത്ത് കയറിയിട്ട് പുള്ളി ചെയ്തേക്കണ പരിപാടി കാണിച്ചു തരാം. പുള്ളി ചെയ്തേക്കണ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രോകൂളറിൻ്റെ കൂളിംഗ് ചെയ്യണ അലുമിനിയം ഗ്രാനുവൽസ് ഉണ്ട്, അലുമിനിയം പാർട്സ് ഉണ്ട്. ഇതുകൊണ്ട് ഇതുപോലെ ഇതെല്ലാം കടിച്ച് പറിച്ച് നശിപ്പിച്ച് വെച്ചേക്കുക. ഇതിലൂടെ എല്ലാം സർവ്വ സാധനം കടിച്ച് വെച്ചേക്കുക. ഇത് കഴിഞ്ഞിട്ട് ചെയ്തേക്കണ പണി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനകത്തൊരു എലി ഇത് കണ്ടോ, കൂട് കൂട്ടാൻ വേണ്ടി വേസ്റ്റുകളെല്ലാം കൊണ്ട് വെച്ചേക്കുക. ഇവിടെ വേസ്റ്റ് വെച്ചേക്കണു. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനാണ്. ഇത് എവിടുന്നാണ് പറിച്ചതെന്ന് പോലും എനിക്കറിയാൻ മേല. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ പോർഷനാണ്. പിന്നെ ഉള്ളത് ഈ വയറും കടിച്ച് പറിച്ചേക്കുക. ഇത് നേരത്തെ എനിക്ക് ഉണ്ടായിരുന്ന ഫോഗ് ലാമ്പിൻ്റെ വയറായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. എലിയുടെ കാൽപ്പാടങ്ങൾ കണ്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് തുറന്നു വെച്ചായിരുന്നു. ഞാൻ ഈ വണ്ടി ഈ എലി കയറിയെന്ന് അറിഞ്ഞപ്പം മുതലേ ഞാനിത് തുറന്നു വെച്ച് കഴിഞ്ഞപ്പം ഇതിനകത്തുകൊണ്ട് കാൽപ്പാടമുണ്ട്. പിന്നെ ഉള്ളത് ഈ വണ്ടിക്കുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ വണ്ടിയുടെ ആ ഒരു വെന്റിലേഷൻ ഉണ്ട്. ആ വെന്റിലേഷനിൽ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ് ഞാൻ പിടിപ്പിച്ചു. അതുകൊണ്ട് വണ്ടിക്കകത്ത് ഉള്ളിലേക്ക് കയറില്ല. ബാക്കിയുള്ള ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം ചിലപ്പം കടിച്ചു തീർക്കും. അതുകൊണ്ട് ഞാൻ ഓർത്തേക്കണത് ഈ വണ്ടി ഇടയ്ക്കൊന്ന് ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം ഒന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലാൻ ചെയ്തേക്കണത്. വണ്ടി സ്റ്റാർട്ടാവും, ഞാൻ കാണിച്ചാലാവേ. വണ്ടിക്ക് നിലവിൽ സ്റ്റാർട്ടിങ്ങിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ടും ആവും, റേസും ആവുന്നുണ്ട്. അതൊന്നും വണ്ടിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ എലിയുടെ ശല്യം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വെറുതെ വണ്ടി വേസ്റ്റ് ആയി പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇതിനെ ഞാൻ ഓടിക്കാൻ വേണ്ടി ഓർത്തിരിക്കുവാണ്. പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷം എന്ന് പറയുമ്പം കാണിച്ചടാ, ഈ വണ്ടിയുടെ വിശേഷം കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് ഞാൻ എഴുതി വെച്ചേക്കും കേട്ടോ. ഈ വണ്ടി എന്ന് പറയുമ്പം MGയുടെ വിൻസർ EV ആണ്. ഈ വിൻസറിൻ്റെ ടോപ്പ് മോഡലാണ്, എസൻസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് 3 വേരിയൻ്റ് ഉണ്ട്. ഇത് തൊട്ട് താഴെയുള്ള മോഡല് സൺറൂഫ് ഇല്ല, വെന്റിലേഷൻ സീറ്റ് ഇല്ല. അതിന് തൊട്ട് താഴെയുള്ള മോഡലിന് ഹാർഡ് റൂഫാണ്, സൺറൂഫ് ഇല്ല, വെന്റിലേഷൻ ഇല്ല, ചെറിയ ഡിസ്പ്ലേ ആണ്. പിന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ആദ്യം ഈ വണ്ടി മേടിക്കാനുള്ള കാരണം എൻ്റെ ചിലവ്, ഈ XUV ഓടിച്ച് എനിക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ എലി കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടും കേട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് ഇത് മേടിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, ചിലവ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാരണത്തിലാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. ഓട്ടത്തിനാണേലും നമ്മുടെ യാത്രയ്ക്ക് സുഖമുണ്ട്. യാത്രകൾ പോകാൻ വേണ്ടി നമുക്ക് ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പെട്രോൾ പമ്പിൽ പോകണ്ട, പിന്നെ എണ്ണ അടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ചിലവ് കുറച്ച് പോകാം. വണ്ടി ആണേലും മോശമായിട്ട് ഇച്ചിരി ഗട്ടർ വഴിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം വണ്ടി കുഴപ്പമില്ലാതെ പോകണം. ഇതിന് ഇച്ചിരി കുലുക്കമുണ്ട്, പക്ഷേ ഇതിന് അത്രയും കുലുക്കമില്ല. പിന്നെ പുറമേ നോക്കുവാണെങ്കിൽ ഈ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ കമ്പനികൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, ഈ ഡോറൊക്കെ നല്ല സ്ട്രോങ് ഡോറാണ്. ഇത് വേറെ കമ്പനികളൊക്കെ വണ്ടിയുടെയൊക്കെ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഞെക്കി കഴിയുമ്പം പളുങ്ങിപ്പോവും. ഇത് അങ്ങനെ പളുങ്ങുമൊന്നുമില്ല.
അതുകൊണ്ട് എനിക്കിതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് വണ്ടിയുടെ ഇഷ്ടപ്പെട്ടു. എക്സിയുടെ ആണെങ്കിലും നല്ല ഹെവി ഡോറാണ്. ഇവിടെ ഇതിന് ഇച്ചിരി പളുക്കം ഉണ്ടെങ്കിൽ പോലും അതിനത്രയും പളുക്കമില്ല, അതത്രയും ഞെങ്ങണില്ല. അതുകൊണ്ടോ ഉണ്ട് എന്നാലും അത്രയും ഞെങ്ങണില്ല. പിന്നെ വേറെ വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ല ടയറിൻ്റെ പ്രശ്നം. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ടയറിൻ്റെ കാര്യം പറഞ്ഞത്, ഇതിൽ തേയ്മാനമുണ്ട്, വണ്ടിക്ക് നല്ല പോലെ ഇതിന് വെട്ടി തേയുണ്ട്. ഇതിനകത്ത് ഈ ഗ്രൂവ് ഈ പോർഷൻ വെട്ടി തേയണില്ല, പക്ഷേ ഈ പോർഷൻ വെട്ടി തേയുന്നുണ്ട്. അത് വണ്ടി 2500 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു വണ്ടിക്ക് ടയറിന് തേയ്മാനമുണ്ട്. അപ്പം അലൈൻമെൻറ്റ് ചെയ്യാൻ പോയപ്പം പുറത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ആ കമ്പനി പോയി കഴിഞ്ഞാൽ കമ്പനിയിൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ അടുത്ത സർവീസിന് 5000 ആകുമ്പോഴത്തേനും നമുക്കൊരു സെക്കൻഡ് സർവീസ് ഉണ്ട്, സെക്കൻഡ് ഫ്രീ സർവീസ് ഉണ്ട്. ആ ഫ്രീ സർവീസിൽ ഞാനിത് അവരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വഴി കൂടെ പോകുമ്പം ടയറിൻ്റെ സൗണ്ട് പെട്ടെന്ന് കയറി വരുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇച്ചിരി സൗണ്ട് കൂടുതൽ, നമ്മൾ XUV കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി പുറത്തുനിന്ന് സൗണ്ട് ഇച്ചിരി കൂടുതൽ കയറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളത് ഇൻറ്റീരിയർ, ഉള്ളിലെ കാര്യങ്ങളാണെങ്കിൽ സീറ്റ്, ഡാഷ്ബോർഡ്. സീറ്റിനകത്തൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് കണ്ടോ, സീറ്റിനകത്ത് ഇങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടി ഇരുന്ന് കഴിക്കുമ്പം ഇതിനകത്തൂടെ ഇങ്ങനെ പൊടികളൊക്കെ കയറി ഇരിപ്പുണ്ട്. എനിക്ക് സീറ്റ് അടിപൊളിയാണ്, പക്ഷേ ഇതിനകത്ത് കണ്ട കുഴപ്പമാണ്. അത് ഇനിയിപ്പം വാക്യൂം ക്ലീനറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ അകത്ത് വേറെ റാറ്റ്ലിംഗ് സൗണ്ട് ഒന്നുമില്ല, അകത്ത് വേറെ ലൂസായിട്ടുള്ള പാർട്സിൻ്റെ സൗണ്ടോ അങ്ങനെ ഒന്നും വണ്ടിക്കകത്തില്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആണുണ്ട്. ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യത്തിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുമ്പം ഇത് റെസ്പോൺസീവ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് AC ഓട്ടോമാറ്റിക്കായിട്ട് AC ഓഫ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും ഓട്ടോയിലേക്ക് നിൽക്കുക, അല്ലെങ്കിൽ AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വർക്കിംഗ് ചെയ്യും. അത് ഇടയ്ക്കിടയ്ക്കാണ് സംഭവിക്കുന്നുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ ചാർജിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, വണ്ടി hub എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് വിൻസർ ചാർജ് ചെയ്യാൻ വേണ്ടി. MGകളൊക്കെ അതിലാണ് ചാർജ് ചെയ്യണത്. വിൻസർ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു hub എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനകത്ത് എല്ലാ ചാർജിങ് സ്റ്റേഷനിലും നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ ചാർജ് മോഡിൻ്റെ ചില മെഷീൻസ് ഉണ്ട്, ചാർജ് മോഡ് ഓപ്പറേറ്റ് ചെയ്യണ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണ ചില മെഷീൻസ് ഉണ്ട്. T-Rex എന്ന് പറഞ്ഞ മെഷീനുണ്ട്. ഈ T-Rex എന്ന് പറഞ്ഞ മെഷീനകത്ത് നമ്മുടെ വണ്ടി ചാർജ് ആവില്ല. കാരണം അവരും വിൻസറിൻ്റെ EV ചാർജിങ് ചെയ്യാൻ വേണ്ടിയുള്ള അപ്ഡേഷൻ ഒന്നും അവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. ഇതാണ് വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷൻസ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷനിൽ T-Rexൻ്റെ മെഷീനിൻ്റെ അടുത്ത് നമ്മൾ T-Rexൻ്റെ മെഷീൻ്റെ അടുത്ത് അത് ഇതൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ആവുമായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള വണ്ടിയുടെ മൈലേജ്. ഈ വണ്ടി ഓടിയേക്കണത് ഒരു 5291 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വണ്ടി ഓടിയേക്കണത് ഒരു 5291 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ച അവർ വണ്ടി പിക്ക് സർവീസ് ചെയ്ത് തിരിച്ചു തരും. അതിന് അവർ ചാർജ് ചെയ്യാൻ പോകുന്നത് 750 രൂപയാണ്. ഈ വണ്ടി ഒരു 5000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ടല്ലോ. അപ്പം ഇതും തമ്മിൽ നമ്മൾ ഡിഫറൻസ് നോക്കുവാണെങ്കിൽ, ഇതൊരു 5000 കിലോമീറ്റർ ഓടുവാണെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 500 ലിറ്ററിൻ്റെ ഡീസൽ, ഒരു 10 കിലോമീറ്റർ പെർ ലിറ്ററിന് ഞാൻ കണക്കൂട്ടി കഴിഞ്ഞാൽ 500 ലിറ്റർ ഡീസൽ 500 ലിറ്റർ ഡീസൽ ഇവൻ ചിലവാക്കിയാനേ. പക്ഷേ അതുപോലെ തന്നെ ഇവൻ ഓടുവാണെങ്കിൽ 5000 കിലോമീറ്റർ ഇൻറ്റു 1.5 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകണം 7500 കിലോമീറ്ററാണ് ഇതിൻ്റെ ചിലവ്. പക്ഷേ ഇവൻ ഓടിക്കഴിഞ്ഞാൽ ചിലവാണ് നമുക്ക് 45000 രൂപ മുതൽ 50000 രൂപയുടെ ചിലവാകും. അപ്പം എന്തായാലും നമുക്ക് അതും തമ്മിൽ വെച്ച് ഡിഫറൻസ് നോക്കുവാണെങ്കിൽ ഒരു 40,000-ന്റെ മേളിൽ നമുക്ക് ഈ വണ്ടി ഓടിയതിൻ്റെ പേരിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ റിവ്യൂ ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പം ഞാൻ ഇന്ന് കാണാൻ പോണത് വേറൊരു വിൻസർ ഓണറെയാണ്. പുള്ളിയാണ് തൊടുപുഴയിലെ ആദ്യത്തെ വണ്ടി മേടിച്ചത്. പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പുള്ളിയുടെ അഭിപ്രായം കൂടെ നമുക്ക് മേടിക്കാം. ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ, പുള്ളിയും കൂടെ പറയണത് സംഭവം മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് സെറ്റാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ കാണാൻ വേണ്ടി പോയിട്ട് കാണാൻ പറ്റില്ല. പുള്ളിയുടെ വണ്ടി ഒന്നാമത് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ വണ്ടി പുള്ളിയുടെ കയ്യിലില്ല. പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പുള്ളി തിരക്കുവാന്ന് പറഞ്ഞു. അപ്പം വേറെ ഒരു ദിവസം നമുക്ക് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ വേണ്ടിയാണ് കേട്ടോ. മെയിനായിട്ടുള്ള കാര്യം എൻ്റെ വണ്ടി ഡാഷ് ക്യാമിനെ കുറിച്ചാണ്. ഈ ഡാഷ് ക്യാം ഈ പറഞ്ഞ ഡാഷ് ക്യാമാണ് എനിക്ക് തന്നേക്കണത്. ഈ പറഞ്ഞ ഒരു സംഭവമാണ് അവർ എനിക്ക് തന്നേക്കണത്. ഇത് ആക്ച്വലി
എൻ്റേത് അവരിപ്പം 3-4 പ്രാവശ്യം അവർ മാറി, ക്യാമറ മാറി. പക്ഷേ ക്യാമറ മാറിയിട്ടൊന്നും ക്യാമറ ശരിയാണില്ല. അപ്പം ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് വേറൊരു ചേട്ടൻ കൂടെ കമൻറ്റ് ചെയ്തായിരുന്നു, പുള്ളിയുടെയും ഡാഷ് ക്യാം ഇതുപോലെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, പക്ഷേ എന്നാ ചെയ്യണമെന്ന് പുള്ളിക്ക് മനസ്സിലാണില്ല. അപ്പം ഞാൻ ഓർക്കണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വിൻസർ മേടിക്കുവാണെങ്കിൽ MGയുടെ ഡാഷ് ക്യാം നിങ്ങൾ പിടിപ്പിക്കൽ. അത് വളരെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യും. കാരണം അതിന് ചൂടൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വേറൊരു വണ്ടിയിൽ പിടിപ്പിച്ചേക്കുന്നത് ക്യാമറ, അത് നല്ല അടിപൊളി ക്യാമറയാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ ഇന്ന് രാത്രി ചൈനയിൽ കൂടെ പോവുക. അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ചൈനയുടെ വീഡിയോസ് ആയിരിക്കും. 2-3 വീഡിയോ ചൈനയുടെ ആയിരിക്കും. അവിടെ പോയി ഞങ്ങൾ എന്നാ ചെയ്യണത്, ഞങ്ങൾ എന്തിനാണ് പോണത്, എങ്ങനെയാണ് പോണത്, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു 4-5 വീഡിയോ അല്ലെങ്കിൽ 2-3 വീഡിയോ കാണുമായിരിക്കും. ഇത്രയും പറഞ്ഞു. ഇതൊക്കെയാണ് വിൻസർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ വണ്ടിയുടെ അലൈൻമെൻറ്റ്, വണ്ടിയുടെ ഡാഷ് ക്യാം, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി ഓവറോൾ വണ്ടി എനിക്ക് അടിപൊളിയാട്ടോ. അടിപൊളി വണ്ടിയാണ്. ഈ ചെറിയ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അത് സോർട്ട് ഔട്ട് കഴിഞ്ഞാൽ ബാക്കി ഓവറോൾ 100 മാർക്കിൽ നിന്ന് എനിക്ക് 99 മാർക്ക് അല്ലെങ്കിൽ 98 മാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റും വണ്ടിയിൽ. വേറെ ചിലർ പറയുന്നുണ്ട് മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ വന്നല്ലോ, അപ്പം നിങ്ങൾക്ക് ഇതെടുത്തപ്പോൾ നിങ്ങൾക്ക് വിഷമമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അതേ സമയത്ത് പ്രസൻറ്റ് ടൈമിൽ നമുക്ക് ഏതാണ് നല്ല വണ്ടി കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല വണ്ടി ഏതാണ് നമ്മളത് എടുക്കുകയാണ്. പിന്നീട് വരുന്ന വണ്ടികൾ വീണ്ടും ഇതിനേക്കാളും ഇച്ചിരി ഫീച്ചറിസ്റ്റിക്കും ഇച്ചിരി നല്ല അടിപൊളി വണ്ടികളായിരിക്കും, ഇച്ചിരി റേഞ്ച് കൂടിയ വണ്ടികളൊക്കെ ആയിരിക്കും. പിന്നെ റേറ്റും കുറവായിരിക്കും. അപ്പോൾ എന്നാലും മഹീന്ദ്ര എടുക്കാൻ പോണ ആൾക്കാർക്ക് കോൺഗ്രാറ്റുലേഷൻ. ഇത് വിൻസർ എടുക്കുന്ന ആൾക്കാർക്ക് അവർക്കും കോൺഗ്രാറ്റുലേഷൻ. കാരണം അവരെല്ലാം ഒരു മാറ്റത്തിനുള്ള ഭാഗമായി മാറുവാണ്, ഒരു റിവോല്യൂഷൻ്റെ ഭാഗമാണ് അവരെല്ലാം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.